മലയാളിക്ക് ആവശ്യത്തിനുള്ള പാൽ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ക്ഷീര കർഷകർ അതിൽ സ്വയം പര്യാപ്തത നേടാനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടും ആധുനിക സാങ്കേതിക വിദ്യ അവലംബിച്ചുകൊണ്ടുമാണ് ഈ ക്ഷീരമേഖല മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെ കാലമായി ക്ഷീര കാർഷിക രംഗത്ത് ഉന്നത വിജയം കൈവരിച്ചു പോരുന്ന ഒരു യുവ ക്ഷീര കർഷകനെയാണ് ഇന്ന് കൃഷിദർശനിലൂടെ പരിചയപ്പെടുത്തുന്നത്. കോട്ടയം അമയന്നൂർ പാലയ്ക്കൽ വീട്ടിലെ ബോബി തോമസിന്റെ ആ കാർഷിക വിശേഷങ്ങളിലേക്ക്. മലയാളിയുടെ ഉപഭോഗ സംസ്കൃതിയിൽ പാലിന്റെ പങ്ക് വളരെ വലുതാണ്. കാലഭേദങ്ങൾക്കൊപ്പം അകന്നു മാറിക്കൊണ്ടിരുന്ന കാർഷിക വൃത്തിയിൽ ക്ഷീരമേഖലയും ഉൾപ്പെട്ടു. എന്നാൽ ഈ മാറ്റത്തിനിടയും പാലിന്റെ ആവശ്യകത കണ്ടറിഞ്ഞ് ഒരു തൊഴിൽ സംരംഭം എന്ന നിലയിൽ ഒട്ടേറെ കർഷകർ ക്ഷീരമേഖലയെ കൈവിടാതെയുമിരുന്നു. സർക്കാരിന്റെ വിവിധ കാർഷിക പദ്ധതികൾ ഈ രംഗത്ത് അവർക്ക് ഉത്തേജനവും പകർന്നു. ഇതിലൊരാളാണ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച ക്ഷീര കർഷകനുള്ള ജില്ലാതല പുരസ്കാരത്തിന് അർഹനായ കോട്ടയം അമയന്നൂർ പാലയ്ക്കൽ വീട്ടിലെ ബോബി തോമസ്. പശു വളർത്തലിൽ 3 പതിറ്റാണ്ടിന്റെ കാർഷിക അനുഭവമാണ് ഈ യുവ കർഷകനുള്ളത്. ബാല്യകാലത്ത് തന്നെ കർഷകനായ പിതാവ് നഷ്ടപ്പെട്ടെങ്കിലും ആ കാർഷിക പൈതൃകം ബോബിയെ നയിച്ചത് ക്ഷീരമേഖലയിലേക്കായിരുന്നു. എൻ്റെ ഫാദർ എൻ്റെ ചെറുപ്പത്തിലെ മരിച്ചുപോയി. പിന്നീട് വല്യപ്പനാണ് എന്നെ വളർത്തി വന്നത്. അന്ന് വല്യപ്പൻ കൃഷി രംഗത്തായിരുന്നു കൂടുതലായിട്ടും കാര്യങ്ങൾ. അന്നേരം തൊട്ട് കൃഷി കാര്യങ്ങളിലൂടെ ചെറുപ്പത്തിലെ തന്നെ അതിനോടുകൂടി ഒരു പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു സൈഡായിട്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് പോന്നിരുന്നത്. എന്തുകൊണ്ടാണ് ക്ഷീരമേഖല കാർഷിക വൃത്തിയായി തിരഞ്ഞെടുത്തത്? ക്ഷീരമേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നാമത്തെ കാര്യം മറ്റുള്ള കൃഷികളെ സംബന്ധിച്ചതിനെ കഴിഞ്ഞും ആദായം കൂടുതലുണ്ട്, സ്ഥിരമായിട്ടൊരു വരുമാനമുണ്ട്. അത് നമുക്ക് നിശ്ചിതമായ ഒരു വില മറ്റുള്ള കൃഷിക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും നിശ്ചിതമായ ഒരു വില നമുക്ക് ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് സ്ഥിര വരുമാനം എന്നുള്ള രീതിയിലാണ് ക്ഷീരമേഖലയെ നമ്മൾ മുഖ്യമായിട്ട് എടുക്കാനുള്ള കാരണം. മഴക്കറ പടർന്ന മേച്ചിലോടുകൾ പാകിയ ബോബിയുടെ തൊഴുത്തിൽ നിന്ന് 1/2 നൂറ്റാണ്ടിന്റെ പഴക്കം. പക്ഷേ പശുപരിപാലനത്തിലെ സാമ്പ്രദായിക മുറകളെ കൈവിടാതെ ആധുനിക ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളെ തന്റെ തൊഴുത്തിനുള്ളിലേക്ക് സ്വീകരിക്കുവാൻ ബോബി ഒട്ടും മടിച്ചില്ല. ഹോൾസ്റ്റീൻ ഫ്രീഷ്, ജേഴ്സി, അവയുടെ സങ്കര ഇനങ്ങളടക്കം അത്യുൽപാദന ശേഷിയാർന്ന പശുക്കളെയാണ് ബോബി തോമസ് എന്ന ക്ഷീര കർഷകൻ ഇവിടെ സംരക്ഷിച്ചു പോരുന്നത്. എനിക്ക് 17 പശുക്കളുണ്ട്, ഒരു എരുമ. അതിനകത്ത് HF ഇനത്തിൽപ്പെട്ട പശുക്കളാണ് കൂടുതലായിട്ടുള്ളത്. മറ്റേ ജേഴ്സി, സിന്ധിൻ്റെ ക്രോസ് അങ്ങനെയുള്ള ഇനത്തിൽപ്പെട്ട 2-3 പശുക്കളും ഉണ്ട്. മെയിനായിട്ട് HF ആണ്. അതിനാണ് പാല് കൂടുതൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് പാല് കൂടുതലുള്ളതിനെ വളർത്തിയെങ്കിലേ നമുക്ക് ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. HF ഇനത്തിലെ ഈ വെള്ളിമാല ചാർത്തിയ നന്ദിനി ദിനംതോറും 38 ലിറ്റർ പാൽ ചുരത്തിയേകിയപ്പോഴാണ് അവരുടെ സംരക്ഷകനായ ബോബിക്ക് മികച്ച ക്ഷീര കർഷകനുള്ള ബഹുമതി സർക്കാർ നൽകിയത്. എന്നാൽ ഒട്ടും കുറയ്ക്കേണ്ട എന്ന രീതിയിൽ തൊട്ടടുത്തു നിൽക്കുന്ന ഈ കറുത്ത കുറുമ്പി നൽകിയതോ ദിനംപ്രതി 34 ലിറ്റർ പാൽ. പാരിസ്ഥിതിക പശ്ചാത്തല ഭംഗിയാണ് ബോബിയുടെ തൊഴുത്തിന്റെ മറ്റൊരു പ്രത്യേകത. വാളൻ പുളിമരവും പേരമരവുമൊക്കെ ശാഖകൾ നിർത്തി തൊഴുത്തിനു മീതെ ശീതള ചായ പകരുന്നു. കാർഷിക പാരമ്പര്യം കൈമുതലാക്കി ബോബിയുടെ ജീവിതത്തിലേക്ക് എത്തിയ ഭാര്യ മഞ്ജുവും പ്രഭാതം മുതലേ
ബോബിയോടൊപ്പം ഗോശാലയിൽ പ്രവർത്തന നിരതയാകുന്നു. മിടുക്കുകളായ പശുക്കൾക്കൊപ്പം കിടപിടിക്കാനായില്ലെങ്കിലും നല്ല അളവിൽ പാൽ തുരത്തിക്കൊണ്ട് മാളു എന്ന എരുമയും ബോബിയുടെ തൊഴുത്തിലുണ്ട്. കാറ്റും വെളിച്ചവും യഥേഷ്ടം കയറിയിറങ്ങുന്ന തൊഴുത്തിൽ പശുക്കൾക്ക് കിടക്കാനുള്ള സൗകര്യത്തിനും കുളമ്പുകളുടെ സംരക്ഷണത്തിനും ഉതകുന്ന റബ്ബർ മാറ്റുകൾ, ചൂടിൽ നിന്നും ആശ്വാസം പകരാൻ ഫാനുകൾ, വെള്ളം കുടിക്കുന്നതിനായി ജലം സ്വയം നിറയുന്ന വാട്ടർ ബൗളുകൾ തുടങ്ങിയവ സജ്ജീകരിച്ചിരിക്കുന്നു. സ്വന്തം നിരീക്ഷണ പാടവത്തിൽ വളരെ ചെലവ് കുറച്ച് ബോബി തയ്യാറാക്കിയതാണ് ഈ ഓട്ടോമാറ്റിക് വാട്ടർ ബൗൾ. മറ്റ് ക്ഷീര കർഷകർക്കും ബോബി ഈ വാട്ടർ ബൗൾ സംവിധാനം നിർമ്മിച്ചു നൽകി പോരുന്നു. തൊഴുത്ത് ആദ്യകാലത്ത് എൻ്റെ ഫാദറിൻ്റെ വല്യപ്പൻ ഉണ്ടാക്കിയ ഒരു 55 വർഷത്തിന് മുകളിലുള്ള കൂടാണ്. അത് അന്നത്തെ കാലത്ത് ഓടിട്ട് നിർമ്മിച്ചത്. അതുകൊണ്ട് അതിനകത്ത് സുഖമായ ഇതാണ്. പക്ഷേ ഇടസൗകര്യങ്ങൾ വളരെ കുറവ് പഴയ രീതിയിലായുണ്ട്. അപ്പോൾ പുതിയത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ശരിക്കും വായു സർക്കുലേഷൻ ഉണ്ടായ രീതിയിലും പുതിയ പുതിയ സംവിധാനം, അതായത് വാട്ടർ ബൗള്, റബ്ബർ മാറ്റ്, ഫാന്, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ, പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഇണക്കിയാണ് പുതിയ രീതിയിലുള്ള, അതായത് കറവ മിഷ്യൻ പിടിപ്പിക്കാൻ, കറവേന്ദ്രത്തിനുള്ള സംവിധാനങ്ങൾ എല്ലാം ഇണക്കി ശരിക്കും നല്ല വായു സർക്കുലേഷന്. പിന്നെ പോയിട്ട് നമുക്ക് 2-3 മരങ്ങൾ നല്ല രീതിയിൽ തണുപ്പ് ലഭിക്കും. ഡ്രിങ്കിങ് ബൗൾ ഞാൻ പല ഫാമുകളിൽ പോയി കണ്ട് അത് എന്നാന്നുള്ള രീതി പലരുടെയും പല രീതികളിലാണ്. അത് കണ്ടിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ, എൻ്റെ ഒരു രീതി ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വൃത്തിയായിട്ടിരിക്കണം. നമുക്കിപ്പോൾ സ്റ്റീലിൻ്റെ ഒരു ബൗളാണെങ്കിൽ കഴുകിയാലും നല്ല ക്ലീനായിട്ടിരിക്കും. പലരും ചട്ടി വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റീലിൻ്റെ വെച്ചെന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. കഴുകി വെച്ച് നമ്മൾ ആഴ്ചയിൽ ഒന്ന് വെച്ച് ഞാൻ ക്ലീൻ ചെയ്താൽ നല്ല വൃത്തിയായിട്ടിരിക്കും. തൊഴുത്തിലെ വൃത്തിക്കും വെടുപ്പിനും ബോബി വളരെ പ്രാധാന്യം നൽകുന്നു. യഥാസമയമുള്ള പശുവിനെ കുളിപ്പിക്കൽ, തൊഴുത്തിലെ സമയബന്ധിതമായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ രോഗഹേതുക്കളെ അകറ്റി നിർത്താനാകുന്നു എന്നാണ് ഈ ക്ഷീര കർഷകന്റെ അനുഭവപാഠം. പശുക്കളുടെ പരിപാലന രീതി എങ്ങനെയാണ്? ഞാൻ 3 നേരം മെയിനായിട്ട് കുളിപ്പിക്കുക, തണുപ്പിക്കുന്നുണ്ട്. എന്ന് കഴിഞ്ഞാൽ പാലുൽപാദനം കൂടിയ പശുക്കളെ 3 നേരം നല്ലപോലെ തണുപ്പിച്ചെങ്കിൽ മാത്രമേ അതിന് പാലിൻ്റെ അളവ് കൂടുതൽ കിട്ടാനും പശുവിന് മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാനും നമുക്ക് പ്രയോജനം കിട്ടുന്നത്. എൻ്റെ ഒരു അനുഭവം വെളിച്ചം വെച്ച്. പിന്നെ വൃത്തിയായിട്ട് നല്ല രീതിയിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ 3 നേരം കുളിപ്പിക്കുക, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് അകിടിവീക്കം അങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങളിൽ നിന്ന് നമുക്ക് പൊതുവേ കുറവാണ്. ദിവസം 2 നേരം വീതമാണ് പശുക്കൾക്ക് ആഹാരം കൊടുക്കുക. പ്രധാന ഖരാഹാരമായി കാലിത്തീറ്റയ്ക്കൊപ്പം വിവിധ ഇനം ധാന്യപ്പൊടി അടങ്ങുന്ന മിശ്രിതം വെള്ളത്തിൽ ഇളക്കി ചേർത്ത് നൽകുന്നു. വൈക്കോലിനൊപ്പം CO3, CO4 ഇനത്തിൽപ്പെട്ട തീറ്റപ്പുല്ലും ചോളത്തിന്റെ വൈക്കോൽ എന്നിവയുമാണ് പശുവിനുള്ള നാരാഹാരം.
വിശാലമായ വൃക്ഷത്തോടും ബോബിക്കുണ്ട്. തീറ്റപ്പുല്ല് സ്റ്റാഫ് കട്ടർ ഉപയോഗിച്ച് അരിഞ്ഞെടുത്താണ് പശുക്കൾക്ക് നൽകുക. CO3, CO4 പുല്ലിനത്തിൽ തന്നെ പുല്ല് ഇഷ്ടം പോലെ നമുക്കുള്ളതിനാൽ നമ്മൾ കൂടുതലും പുല്ലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലും മറ്റുള്ളവർ കൊടുക്കുന്ന കുടികൾ കൊടുക്കുന്നതിനെ കഴിഞ്ഞും നമ്മൾ പുല്ലുള്ളതിനാൽ കുടികൾ അല്പം കുറച്ചാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആവശ്യാനുസരണം പച്ചപ്പുല്ലാണ് നമ്മൾ കൊടുക്കുന്നത്. ശരാശരി ഒരു പശുവിന് 2 നേരം കൂടെ നമ്മളൊരു 35 കിലോ പുല്ല് കൊടുക്കുന്നുണ്ട്. രാവിലത്തെ ഒരു 7-8 ആകുമ്പം പരിപാടി തീരും. പിന്നെ ഒരു ഉച്ചയ്ക്കത്തെ കറവ് നമുക്ക് 1 മണിയാകുമ്പോഴാണ് കറക്കണ്ടേ. അപ്പോൾ ഒരു 11-12 ആകുമ്പോഴത്തേന് വീണ്ടും പരിപാടി കുളിപ്പിച്ചു. അത് കഴിഞ്ഞ് കറവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീറ്റ കൊടുത്തു. പുല്ല് മാത്രം വൈകിട്ടേ കൊടുക്കുന്നത്. എന്ന് കഴിഞ്ഞാൽ അന്നേരത്തേന് ഏകദേശം വെള്ളമൊക്കെ കുടിച്ച് പശു വയറങ്ങ് നല്ല നിറഞ്ഞായിരിക്കും. അപ്പം പുല്ല് കൊടുക്കുന്നത് പിന്നെ വൈകിട്ട് 5-5:30 ഒക്കെ ആകുമ്പോഴത്തേന് ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് നണുപ്പിച്ചേച്ച് പുല്ല് കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ അന്നത്തെ പരിപാടി ഏതാണ്ട് തീർന്നു. പിന്നെ ഇടയ്ക്ക് നമ്മൾ പോരാതെ ചാണകം പിഴുവെടുക്കുക ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് മാറ്റും. എന്നാലും മെയിനായിട്ടുള്ള ഈ 3 സമയത്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. മൃഗസംരക്ഷണ വകുപ്പിന്റെ നിരീക്ഷണവും നിർദ്ദേശങ്ങളും സഹകരണവും ബോബിയുടെ പശുപരിപാലനത്തിന് ദൃഢതയേറ്റുന്നു. വളരെ അർപ്പണബോധവും പരിശ്രമശാലിയുമായ ഒരു ക്ഷീരകർഷകനാണ് ബോബി. പശുക്കളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ബോബിയുടെ ഫാമിൽ നിരന്തരം ഞാൻ വരാറുണ്ട്. ബോബിയുടെ ജീവിത രീതി ഞാൻ അടുത്ത് കാണുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 1-2 പ്രത്യേകത പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈനംദിന പശുപരിപാലനത്തിന് പുറമെ പാൽ വിപണനം, അതുകൂടാതെ പൈനാപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം, കുടിവെള്ള വിതരണം എന്നിവയെല്ലാം കൂടാതെ അടുത്തുള്ള മറ്റ് ഫാമുകളിൽ ഡ്രിങ്കിംഗ് ബൗൾ സംവിധാനം ഏർപ്പെടുത്താനും എല്ലാം ബോബി അങ്ങേയറ്റം സഹായം ചെയ്യുന്നുണ്ട്. എനിക്ക് അത്ഭുതകരമായി തോന്നുന്നത് ബോബിയുടെ ഈ ടൈം മാനേജ്മെൻറ്റാണ്. ഈ സമയം ക്രമം വളരെ ഭംഗിയായി ചിട്ടപ്പെടുത്തി ബോബി എല്ലാ കാര്യങ്ങളും നന്നായി നടത്തുവാനായിട്ട് ബോബിക്ക് സാധിക്കുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. തന്നെയുമല്ല, ബോബിയുടെ ഇത്തരത്തിലുള്ള ഈ ഫാമും മറ്റു പ്രവർത്തനങ്ങളും ഈ അയർക്കുന്നം, അരീപ്പറമ്പ്, മണർകാട് മേഖലയിലുള്ള മുഴുവൻ ക്ഷീരകർഷകർക്കും ഒരു മാതൃകയാണ്. ദിവസം 2 നേരമാണ് പശുക്കറവ. കറവയന്ത്രം ഇതിനായി ഉപയോഗിക്കുന്നു. തൊഴുത്തിലെ ശുചീകരണം പോലെ തന്നെ കറവയന്ത്രങ്ങളുടെ വൃത്തിയും പ്രധാനമാണ്. നന്നായി കഴുകി അണുവിമുക്തമാക്കിയ ശേഷമാണ് യന്ത്രം പശുക്കളുടെ അകിടിൽ ഘടിപ്പിക്കുക. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് പശുക്കളുടെ അകിടും അണുമുക്തമാകുന്നു. കറന്നെടുക്കുന്ന പാലിന്റെ ഏറിയ പങ്കും വിപണനം ചെയ്യുന്നത് അമയന്നൂരിലെ ക്ഷീരസഹകരണ സംഘത്തിലൂടെയാണ്. നല്ല രീതിയിൽ കൊടുത്താൽ അത് വിൽപ്പനയ്ക്ക് ഒരു പ്രതിസന്ധിയായിട്ട് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ സൊസൈറ്റിയെ സംബന്ധിച്ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് 34 രൂപ 35 രൂപ വില എനിക്ക് എൻ്റെ പാലിന് കിട്ടുന്നുണ്ട്. അതിന് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ആ രീതിയിലുള്ള കാലിത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പാലിന് നല്ല കൊഴുപ്പും റീഡിങ്ങും കിട്ടുന്നുണ്ട്. തൊഴുത്തിലെ ചാണകം അതാത് ദിവസം തന്നെ ചാക്കിനുള്ളിലാക്കി തൊഴുത്തിന് സമീപം തയ്യാറാക്കിയ ഒരു പ്രത്യേക സ്ഥലത്ത് അടുക്കി സൂക്ഷിക്കുന്നു.
ചാക്കുകെട്ടുകൾക്ക് മീതെ ടാർപോളിൻ ഷീറ്റും വിരിച്ചിരിക്കും. ചാണകത്തിലെ ജലാംശം മാറി ഉണങ്ങി ചാണകപ്പൊടിയായി മാറുന്നു എന്നതാണ് ഈ രീതിയുടെ പ്രത്യേകത. ചാക്കിൽ തന്നെയായി ഉണങ്ങിക്കിട്ടുന്ന ചാണകപ്പൊടി ആവശ്യക്കാർക്ക് ബോബി വിറ്റുപോരുന്നു. തൊഴുത്തിലെ നന്ദിനിമാർക്കൊപ്പം ഏതാനും സങ്കര ഇനം ആടുകളും ബോബിയുടെയും പത്നിയുടെയും സംരക്ഷണത്തിൽ വളരുന്നു. കൂടാതെ മുട്ടക്കോഴികളുടെയും മുയലുകളുടെയും ചെറു സംഘങ്ങൾ വേറെയുമുണ്ട്. കാലിവളം ഉപയോഗിച്ചുള്ള കൃഷിയും ബോബി നടത്തിപ്പോരുന്നു. റബ്ബർ, കുരുമുളക്, വാഴ, കിഴങ്ങുവർഗ വിളകൾ, പച്ചക്കറി ഇനങ്ങൾ എന്നിവയൊക്കെ ഇവിടെ സമൃദ്ധി ചൊരിഞ്ഞു നിൽക്കുന്നു. വിപുലമായ അടിസ്ഥാനത്തിലുള്ള പൈനാപ്പിൾ കൃഷിയാണ് ബോബിയുടെ മറ്റൊരു പ്രധാന കാർഷിക വൃത്തി. സ്വന്തം പുരയിടത്തിലും പട്ടത്തിനടുത്ത ഭൂമിയിലും റബ്ബറിന്റെ ഇടവിളയായി പൈനാപ്പിൾ കൃഷി ചെയ്തു പോരുന്നു. ഇവിടേക്കും വളക്കൂറേറ്റാൻ എത്തുന്നത് ബോബിയുടെ തൊഴുത്തിലെ ചാണകം തന്നെ. ഇന്ന് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ദേഹത്ത് ചെളി പറ്റാനായിട്ട് ആരും തന്നെ മുഷിഞ്ഞ് ഉടുപ്പിടാനോ ചെളി പറ്റാനോ താല്പര്യപ്പെടുന്നില്ല. അതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം. ഏത് രീതിയിൽ കൃഷി ചെയ്താലും നഷ്ടം വരും, എന്നെങ്കിലും ഒരു സമയത്ത് ലാഭം ഉണ്ടാവും. പശു വളർത്തിയെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമുക്കതുകൊണ്ട് നഷ്ടം വന്നാലും ലാഭം കിട്ടും. കൃഷിക്കാരൻ ഇറങ്ങിയ ഒരു പണി അവൻ നോക്കി ചെയ്താൽ യാതൊരു കുഴപ്പവും വരികയില്ല. കൃഷിയോടുള്ള ആത്മാർത്ഥതയും അധ്വാനിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഇത്രയേറെ ആദായം തരുന്ന മറ്റൊരു മേഖലയുമില്ല എന്നാണ് ബോബി തോമസ് എന്ന ഈ യുവ കർഷകന്റെ സുചിന്തിതമായ അഭിപ്രായം. അതിനായി പശു വളർത്തൽ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ തൊഴുത്തിലേക്കുള്ള നിത്യശ്രദ്ധയും വിട്ടുവീഴ്ചയില്ലാത്ത പരിപാലന മുറകളും പ്രധാനമെന്നും ബോബി പറയുമ്പോൾ അതുതന്നെയാണ് ബോബിയും പശുക്കളും തമ്മിലുള്ള രസതന്ത്രമെന്നും നമുക്ക് മനസ്സിലാക്കാനാകുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരാഫെഡ് ഉൽപ്പന്നങ്ങൾ കൃഷിഭവനിൽ. ഹരിതമുദ്ര അവാർഡിന് അപേക്ഷിക്കാം. ക്ഷീര കർഷക സംഗമം 2015-2016.
വിശദമായ വാർത്തകളിലേക്ക്. കിലോ 25 രൂപ നിരക്കിൽ പാണ്ടനാട്, മുളക്കുഴ, തിരുവൻവണ്ടൂർ പഞ്ചായത്തുകളിലെയും ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റികളിലെയും പച്ചതേങ്ങ എല്ലാ ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെ തിരുവൻവണ്ടൂർ കൃഷിഭവനിൽ സംഭരിക്കുന്നു. ഇങ്ങനെ സംഭരിക്കുന്ന നാളികേരത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളായ കേര വെളിച്ചെണ്ണ, കോക്കനട്ട് പൗഡർ, കോക്കനട്ട് മിൽക്ക് പൗഡർ, കേശാമൃതം ഹെർബൽ ഹെയർ ഓയിൽ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 9961950958. മറ്റൊരു നമ്പർ 0479242930. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിവിധ ദൃശ്യ, ശ്രാവ്യ, അച്ചടി മാധ്യമങ്ങൾ വഴി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്ത മികച്ച കാർഷിക പരിപാടിക്ക് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഹരിതമുദ്ര അവാർഡ് നൽകുന്നു. 50,000 രൂപയാണ് അവാർഡ് തുക. നോമിനേഷനുകൾ ഏപ്രിൽ 15 മുൻപ് ലഭിക്കത്തക്ക വിധം അയക്കേണ്ടതാണ്. അപേക്ഷാ ഫോറത്തിന് സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് www.fibkerala.gov.in. നോമിനേഷനുകൾ അയക്കേണ്ട വിലാസം: പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയ, തിരുവനന്തപുരം. വിലാസം ഒരിക്കൽ കൂടി: പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയ, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9447695300. 2015-2016 വർഷത്തെ തിരുവനന്തപുരം ജില്ലാ ക്ഷീര കർഷക സംഗമം ക്ഷീര വികസന വകുപ്പിന്റെയും ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ 2016 ഫെബ്രുവരി അവസാന വാരം നെയ്യാറ്റിൻകര ശ്രീരാഗം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതാണ്. ഈ സംഗമത്തിൽ കന്നുകാലി പ്രദർശനം, വിവിധ സ്ഥാപനങ്ങളുടെ എക്സിബിഷനുകൾ, വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറുകൾ, സംവാദങ്ങൾ, ജില്ലാതല അവാർഡ് വിതരണം എന്നിവ സംഘടിപ്പിച്ചിരിക്കുന്നു. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന പേവിഷ വിമുക്ത കേരളം പദ്ധതി ഫെബ്രുവരി 25 ഉദ്ഘാടനം ചെയ്യും. 3 ആഴ്ച നീളുന്ന കുത്തിവയ്പ് യജ്ഞത്തിൽ സംസ്ഥാനത്തുള്ള എല്ലാ വളർത്തുനായ്ക്കൾക്കും പേവിഷബാധയ്ക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ് സൗജന്യ നിരക്കിൽ നൽകി വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. ഓച്ചിറ ക്ഷീരോൽപ്പന്ന പരിശീലന വികസന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 22 മുതൽ 27 വരെ പശു വളർത്തലിൽ പരിശീലനം നൽകുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്ക് മാത്രമാണ് പ്രവേശനം. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഫെബ്രുവരി 18 മുതൽ 24 തീയതി വരെ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ദേശീയ ജൈവ വൈവിധ്യ മേള സംഘടിപ്പിക്കുന്നു. മേളയോടനുബന്ധിച്ച് ജൈവ വൈവിധ്യ പരിപാലന സമിതികളുടെയും വൈവിധ്യ ക്ലബ്ബുകളുടെയും സംഗമം, നാട്ടറിവ് സംഗമം, കുട്ടികളുടെ സംസ്ഥാനതല ജൈവ വൈവിധ്യ കോൺഗ്രസ്, TSG സംഗമം തുടങ്ങിയ പരിപാടികളും 2015 സംസ്ഥാന ജൈവ വൈവിധ്യ പുരസ്കാര വിതരണവും നടത്തുന്നതാണ്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 8,500 രൂപ, കോഴിക്കോട് 8,800, തൃശൂർ 8,500, കൊപ്ര കൊച്ചി 5,820, കോഴിക്കോട് 5,800, തൃശൂർ 8,050, കുരുമുളക് അൺഗാർബിൾ 62,700, ഗാർബിൾ 65,700, ചുക്ക് മീഡിയം 17,000, ബെസ്റ്റ് 18,500, മഞ്ഞൾ സേലം 11,100, ഈറോഡ് 11,300. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 9,100, റബ്ബർ RSS 4ാം ഗ്രേഡ് 9,300. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 9,100, റബ്ബർ RSS 4ാം ഗ്രേഡ് 9,350. കമ്പോള നിലവാരം കൊച്ചി.
വെളിച്ചെണ്ണ 8400 രൂപ, കൊപ്ര 5820, പിണ്ണാക്ക് എക്സ്പെല 2100, റോട്ടറി 2400, കുരുമുളക് അൺഗാർബിൾഡ് 62700, ഗാർബിൾഡ് 65700. ചുക്ക് മീഡിയം 17000, ബെസ്റ്റ് 18500, അടയ്ക്ക പുതിയത് 20000-നും 22500-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാം 180-നും 220-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 380-നും 400-നും മധ്യേ. ജാതിപത്രി 650-നും 925-നും മധ്യേ. ഗ്രാമ്പു 775. റബ്ബർ RSS 5-ാം ഗ്രേഡ് 9100, റബ്ബർ RSS 4-ാം ഗ്രേഡ് 9300, ഒട്ടുപാൽ 6300, ലാറ്റക്സ് 7400 രൂപ. കമ്പോള അവലോകനം. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം മുന്നിൽ കണ്ട് കർഷകർ കൊപ്ര നീക്കം നിയന്ത്രിച്ചു. വിപണിക്ക് ചൂട് പകരാൻ ഉൽപ്പാദകർ പച്ചത്തേങ്ങയിലും പിടിമുറുക്കിയെങ്കിലും വൻവിലയ്ക്ക് വെളിച്ചെണ്ണ ശേഖരിക്കാൻ വാങ്ങലുകാർ തയ്യാറായില്ല. രൂപയുടെ മൂല്യത്തകർച്ച പാമോയിൽ അടക്കമുള്ള ഭക്ഷ്യ എണ്ണകളുടെ നിരക്ക് ഉയർത്തുന്നുണ്ട്. ഹൈറേഞ്ച് കുരുമുളക് വരവ് ചുരുങ്ങി. കുരുമുളകിന്റെ വിലക്കയറ്റം ശക്തമാകുമെന്ന കണക്കുകൂട്ടലിലാണ് കാർഷിക മേഖല. വിദേശ കച്ചവടങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് ഒരു വിഭാഗം കയറ്റുമതിക്കാർ മുളക് സംഭരിച്ചു. ആഭ്യന്തര വ്യാപാരികളും രംഗത്തുണ്ട്. കയറ്റുമതിക്കാർ അറബ് രാജ്യങ്ങളിലേക്കുള്ള ഷിപ്മെന്റിനാവശ്യമായ ചുക്ക് സംഭരിച്ചത് ഉൽപ്പന്ന വില മെച്ചപ്പെടുത്തി. മികച്ച ഇനം ചുക്ക് കിലോ 185 രൂപയിലാണ്. കനത്ത പകൽച്ചൂട് മൂലം റബ്ബർ ടാപ്പിംഗ് സ്തംഭിച്ചതോടെ കൊച്ചി, കോട്ടയം വിപണികളിലേക്കുള്ള ലാറ്റക്സിന് വരവ് ചുരുങ്ങിയെങ്കിലും വിലയിൽ മാറ്റമില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 36.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.7, 26. കൊച്ചി 34.2, 25.6. ആലപ്പുഴ 35.5, 26.5. പുനലൂർ 36.3, 23. തിരുവനന്തപുരം കൂടിയ താപനില 34.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.